2025 ജൂലൈയിലെ വിസ ബുള്ളറ്റിൻ EB1 ഇന്ത്യ അപേക്ഷകർക്ക് നിർണായകമാണ്. മാസങ്ങളായുള്ള സ്തംഭനാവസ്ഥയ്ക്ക് ശേഷം മുന്നേറ്റം പ്രതീക്ഷിക്കാം. വിദഗ്ധർ ഈ കാര്യത്തിൽ ശുഭസൂചന നൽകുന്നുണ്ട്. സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിലെ കാര്യങ്ങൾ, വിസയുടെ ലഭ്യത, പഴയ രീതിയിലുള്ള മുന്നേറ്റം എന്നിവയെല്ലാം ഇതിന് കാരണമാണ്. ജൂലൈയിൽ EB1 ഇന്ത്യ അപേക്ഷകളിൽ നല്ല പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണൽസിന് ഇത് വലിയ പ്രതീക്ഷ നൽകും. അവർ സ്ഥിരതാമസത്തിനുള്ള അപേക്ഷയിൽ കുറേ കാലമായി കാത്തിരിക്കുകയായിരുന്നു. EB1 ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ അത്ര നല്ലതല്ല. 2025 സാമ്പത്തിക വർഷത്തിൽ ഈ വിഭാഗം വലിയ വെല്ലുവിളികൾ നേരിട്ടു. അപേക്ഷകർ ഉണ്ടായിട്ടും മുൻഗണനാ തീയതികളിൽ മാറ്റമുണ്ടായില്ല. 2025 ജൂലൈയിലെ കണക്കനുസരിച്ച് 2022 ഫെബ്രുവരി 15 EB1 ഇന്ത്യയുടെ അവസാന തീയതി. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഇതിൽ മാറ്റമൊന്നുമില്ല. ധാരാളം അപേക്ഷകൾ വരുന്നത്, നടപടിക്രമങ്ങളിലെ ബുദ്ധിമുട്ടുകൾ, വിസ അനുവദിക്കുന്നതിലെ നിയമപരമായ തടസ്സങ്ങൾ എന്നിവയെല്ലാം ഇതിന് കാരണമാണ്. നിലവിലെ സ്ഥിതിയിൽ EB1 വിഭാഗത്തിലെ ഇന്ത്യൻ അപേക്ഷകർക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഏകദേശം 16,808 അപേക്ഷകളാണ് 2024 ജൂൺ വരെ തീർപ്പാക്കാതെ കിടക്കുന്നത്. സാധാരണയായി EB1 വിസയിൽ ഇന്ത്യക്ക് പ്രതിവർഷം 10,612 വിസകൾ ലഭിക്കാറുണ്ട്. ഇത് 2010 മുതൽ 2023 വരെയുള്ള കണക്കാണ്. കോവിഡ് കാലത്തെ കണക്കുകൾ ഇതിൽ ഉൾപ്പെടുന്നില്ല. പ്രതിമാസം ഏകദേശം 852 വിസകളാണ് 2024 മെയ് മുതൽ ഓഗസ്റ്റ് വരെ നൽകിയത്. EB3 വിസക്കാർ EB1ലേക്ക് മാറുന്നത് കണക്കാക്കിയാൽ ഇത് 652 കുറയും. ആവശ്യത്തിന് വിസകൾ ഇല്ലാത്തതാണ് ഇതിന് പ്രധാന കാരണം. നിയമപരമായ തടസ്സങ്ങളും ഒരു വെല്ലുവിളിയാണ്. USCIS കഴിഞ്ഞ മാസങ്ങളിൽ എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് ഫയലിങ്ങുകൾക്കായി ഫൈനൽ ആക്ഷൻ ഡേറ്റ് ചാർട്ട് പിന്തുടർന്നു. ഇത് വിസ ആവശ്യകത നിയന്ത്രിക്കാനുള്ള ഏജൻസിയുടെ തീരുമാനമാണ്. പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് പകരം നിലവിലുള്ളവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. EB4 വിഭാഗത്തിൽ വിസകൾ ലഭ്യമല്ലാത്തത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിങ്ങിനെ കൂടുതൽ സങ്കീർണമാക്കി. എല്ലാ രാജ്യങ്ങൾക്കും ഈ അവസ്ഥയാണ്. ഇത് വിസ വിതരണത്തെയും EB1 പോലുള്ള മറ്റ് എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് വിഭാഗങ്ങളെയും ബാധിക്കും. ചില വിഭാഗങ്ങളിൽ വിസകൾ തീർന്നു പോയാൽ ബാക്കിയുള്ളവ മറ്റ് വിഭാഗങ്ങളിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. ജൂലൈ മാസത്തിൽ EB1 ഇന്ത്യയിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന പാദത്തിൽ സാധാരണയായി വിസ ലഭ്യത കൂടാറുണ്ട്. സെപ്റ്റംബർ 30 സാമ്പത്തിക വർഷം അവസാനിക്കുന്നത്. അതിനാൽ ഈ സമയത്ത് കൂടുതൽ വിസകൾ അനുവദിക്കാറുണ്ട്. 2024 ജൂലൈയിൽ EB1 ഇന്ത്യയിൽ ഏകദേശം ഒരു വർഷത്തോളം മുന്നേറ്റമുണ്ടായി. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് സാധാരണയായി അവസാന പാദത്തിൽ വിസകൾ കൂടുതൽ അനുവദിക്കാറുണ്ട്. ആദ്യ മാസങ്ങളിൽ കുറഞ്ഞ വിസകൾ നൽകിയാൽ പിന്നീട് ഇത് കൂടാറുണ്ട്. മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് ബാക്കിയുള്ള വിസകൾ ഈ സമയം EB1 പോലുള്ള വിഭാഗങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. മറ്റ് എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് വിഭാഗങ്ങളിൽ നിന്നും ഫാമിലി ബേസ്ഡ് വിസകളിൽ നിന്നും സ്പിൽ ഓവർ എഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില വിഭാഗങ്ങളിൽ വിസകൾ ഉപയോഗിക്കാതെ വന്നാൽ അത് മറ്റ് വിഭാഗങ്ങളിലേക്ക് മാറ്റും. ഏകദേശം 25,000 ഫാമിലി ബേസ്ഡ് വിസകൾ എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് EB1 പോലുള്ള വിഭാഗങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നു. EB4 വിഭാഗത്തിൽ വിസകൾ ലഭ്യമല്ലാത്തതിനാൽ ഈ വിസകൾ EB1ലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. EB5 വിഭാഗത്തിൽ നിന്നുള്ള വിസകളും EB1 ഇന്ത്യ അപേക്ഷകർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യക്കാർക്കുള്ള EB1 വിഭാഗം കൂടുതൽ അപേക്ഷകൾ വരുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. EB1A ഫയലിങ്ങുകൾ അടുത്ത കാലത്ത് കൂടിയിട്ടുണ്ട്. പക്ഷേ അപ്രൂവൽ ഡേറ്റ്സ് വളരെ കുറവാണ്. മികച്ച പ്രൊഫൈലുകൾക്ക് മാത്രമേ അപ്രൂവൽ ലഭിക്കുന്നുള്ളൂ. കുറഞ്ഞ അപ്രൂവൽസ് ഉണ്ടായാൽ പ്രയോറിറ്റി ഡേറ്റ്സിൽ മുന്നേറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. EB3 to EB1 അപ്ഗ്രേഡുകൾ EB1 വിഭാഗത്തിൽ കൂടുതൽ പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. ഏകദേശം 200 അപേക്ഷകൾ പ്രതിമാസം ഇങ്ങനെ വരുന്നുണ്ട്. EB3 പെറ്റീഷൻ അപ്രൂവായ ആളുകൾക്ക് അവരുടെ പഴയ പ്രയോറിറ്റി ഡേറ്റ് ഉപയോഗിച്ച് EB1ലേക്ക് മാറാൻ സാധിക്കും. ഇത് EB1ൻ്റെ കട്ട് ഓഫ് ഡേറ്റ് കൂട്ടാതെ തന്നെ ക്യൂവിൽ എണ്ണം കൂട്ടുന്നു. പക്ഷേ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നവരുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. EB1 ഇന്ത്യയുടെ മുന്നേറ്റം പ്രവചിക്കുമ്പോൾ മറ്റ് എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് വിഭാഗങ്ങളെയും പരിഗണിക്കേണ്ടതുണ്ട്. EB2 ഇന്ത്യ വിഭാഗം 2013 ജനുവരി 1 ഇതിലടുത്ത കാലത്തൊന്നും മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. EB3 ഇന്ത്യ ഏപ്രിൽ 15, 2013 2025 സാമ്പത്തിക വർഷത്തിൽ ഇതിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. EB2, EB3 വിഭാഗങ്ങളിൽ ഈ സ്തംഭനാവസ്ഥ EB1 ഇന്ത്യക്ക് ഗുണകരമാകും. കാരണം താഴ്ന്ന പ്രിഫറൻസ് കാറ്റഗറിയിൽ നിന്ന് EB1ലേക്ക് മാറാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം കുറയും. EB2, EB3 വിഭാഗങ്ങളെ അപേക്ഷിച്ച് EB1 ഇന്ത്യക്ക് കൂടുതൽ മുൻഗണന ലഭിക്കുന്നുണ്ട്. EB1 ഇന്ത്യയുടെ ഫെബ്രുവരി 2022 പ്രിയോറിറ്റി ഡേറ്റും EB2, EB3 വിഭാഗങ്ങളുടെ 2013 തീയതികളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതിനാൽ EB1 ക്ലാസിഫിക്കേഷൻ ഇന്ത്യൻ പൗരന്മാർക്ക് സ്ഥിരതാമസത്തിന് കൂടുതൽ നല്ലതാണ്. ഇപ്പോഴത്തെ ബാക്ക്ലോഗ് ഉണ്ടായിരുന്നാൽ പോലും EB1 ഇന്ത്യ അപേക്ഷകർക്ക് മറ്റ് എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് വിഭാഗങ്ങളേക്കാൾ കുറഞ്ഞ സമയം കാത്തിരുന്നാൽ മതി. എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി, ഔട്ട്സ്റ്റാൻഡിംഗ് പ്രൊഫസർ അല്ലെങ്കിൽ റിസർച്ചർ, മൾട്ടിനാഷണൽ എക്സിക്യൂട്ടീവ് ക്രെഡൻഷ്യൽ എന്നിവയ്ക്കുള്ള EB1 ക്ലാസിഫിക്കേഷൻ കൂടുതൽ നല്ലതാണ്.
ഇമിഗ്രേഷൻ അറ്റോർണികളും വിസ ബുള്ളറ്റിൻ അനലിസ്റ്റും EB1 ഇന്ത്യയുടെ മുന്നേറ്റം പ്രവചിക്കാൻ പല മോഡലുകളും ഉപയോഗിക്കുന്നുണ്ട്. പഴയ കണക്കുകൾ, ഇപ്പോഴത്തെ പ്രോസസ്സിംഗ് റേറ്റ്സ്, ഫിസിക്കൽ ഇയർ ഡൈനാമിക് എന്നിവയെല്ലാം ഇതിൽ പരിഗണിക്കും. 2025 ജൂലൈയിൽ EB1 ഇന്ത്യ ഫൈനൽ ആക്ഷൻ 2025 ജൂലൈയിൽ EB1 ഇന്ത്യ ഫൈനൽ ആക്ഷൻ ഡേറ്റിൽ 4 മുതൽ 6 ആഴ്ച വരെ മുന്നേറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ചില കണക്കുകൾ പറയുന്നുണ്ട്. എന്നാൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റ അനുസരിച്ച് ഇത് ചിലപ്പോൾ മാസങ്ങളോളം മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. 2023 തുടക്കത്തിൽ പ്രയോറിറ്റി ഡേറ്റ്സ് എത്താനും സാധ്യതയുണ്ട്. ഇമിഗ്രേഷൻ എക്സ്പേർട്സ് ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ മോഡൽസിൽ ബാക്ക്ലോഗുള്ള 16,808 അപേക്ഷകൾ, പ്രതിമാസ പ്രോസസ്സിംഗ് റേറ്റ്, സ്പിൽ ഓവർ വിസ നമ്പറുകൾ എന്നിവയെല്ലാം പരിഗണിക്കും. ഈ കണക്കുകൾ അനുസരിച്ച് ഇപ്പോഴത്തെ ബാക്ക്ലോഗ് തീർക്കാൻ ഏകദേശം 2 വർഷവും 2 മാസവും എടുക്കും. എന്നാൽ സ്പിൽ ഓവർ നമ്പേഴ്സ് വന്നാൽ ഈ സമയം കുറഞ്ഞേക്കാം. ജൂലൈ 2025 പ്രവചനങ്ങൾ അനുസരിച്ച് EB1 ഇന്ത്യ അപേക്ഷകർക്ക് ഒക്ടോബർ 2023 മുതൽ പ്രിയോറിറ്റി ഡേറ്റ് 2025 അവസാനത്തോടെയോ 2026 ആദ്യത്തോടെയോ ആകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ പ്രോസസ്സിംഗ് റേറ്റ്സും സ്പിൽ ഓവർ പാറ്റേണും തുറന്നാൽ ഇത് സംഭവിക്കാം. പോളിസി ചേഞ്ചസോ അപ്ലിക്കേഷൻ വോളിയമോ മാറിയാൽ ഇതിൽ വ്യത്യാസം വരാം. ഈ പ്രവചനങ്ങൾ ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണൽസിൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കും. EB2, EB3 വിഭാഗങ്ങളെ അപേക്ഷിച്ച് EB1 പ്രോസസ്സിംഗ് വേഗത്തിൽ നടക്കുന്നത് കൊണ്ട് കൂടുതൽ ആളുകൾ EB1 തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. EB1 ക്യൂവിലുള്ളവർക്ക് ഈ ജൂലൈ മാസത്തിലെ പ്രവചനങ്ങൾ പ്രതീക്ഷ നൽകും. കാര്യങ്ങൾ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, സാമ്പത്തിക വർഷം തീരാറാകുമ്പോൾ സാധാരണയായി വിസകളുടെ എണ്ണം കൂട്ടാറുണ്ട്. മറ്റ് വിസകളിൽ ബാക്കിയുള്ളവ EB1 വിസയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. പഴയ രീതിയിൽ ജൂലൈ മാസങ്ങളിൽ വിസകളിൽ മാറ്റങ്ങൾ വരാറുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ കൊണ്ട് ജൂലൈ മാസത്തിൽ EB1 വിസയ്ക്ക് കാത്തിരിക്കുന്ന ഇന്ത്യക്കാർക്ക് ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ സാധിക്കും. പക്ഷേ ഇതിന് കുറച്ച് തടസ്സങ്ങളുണ്ട്. ധാരാളം ആളുകൾ അപേക്ഷിച്ചിട്ടുണ്ട്. നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് വിസ കിട്ടാൻ പലപ്പോഴും താമസം വരുന്നത്. USCIS കൂടുതൽ അപേക്ഷകരുണ്ടെങ്കിൽ അവർ പഴയ അപേക്ഷകൾ ആദ്യം തീർക്കാൻ നോക്കും. EB4 എന്നൊരു വിസയുണ്ട്, അതിപ്പോൾ ലഭ്യമല്ല. അപ്പോൾ ആ വിസയിലുള്ള ആളുകൾ EB1ലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ EB1 വിസയ്ക്ക് കൂടുതൽ ആളുകൾ ഉണ്ടാകും. സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് കൂടുതൽ വിസകൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് എങ്ങനെയും ആ വർഷം കഴിയുമ്പോൾ എല്ലാ വിസകളും കൊടുത്തു തീർക്കണം. ചില വിസകൾ ആരും എടുക്കാതെ ബാക്കിയുണ്ടാവും. അങ്ങനെയുള്ള വിസകൾ EB1 പോലുള്ള വിസകളിലേക്ക് മാറ്റും. EB1A എന്നൊരു വിസയുണ്ട്. അതിന് കുറേ അപേക്ഷകൾ വരുന്നുണ്ട്. പക്ഷേ കിട്ടുന്നവരുടെ എണ്ണം കുറവാണ്. നല്ല കഴിവുള്ള ആളുകൾക്ക് ഈ വിസ കിട്ടുകയുള്ളൂ. EB3 വിസയുള്ളവർ EB1ലേക്ക് മാറുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ EB1 വിസയ്ക്ക് കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടാകും. EB2, EB3 എന്നൊക്കെ പറയുന്ന വേറെ ചില വിസകളുണ്ട്. അതൊന്നും പെട്ടെന്ന് കിട്ടാനൊന്നും സാധ്യതയില്ല. പക്ഷേ EB1 വിസയ്ക്ക് കുറച്ചുകൂടി സാധ്യതയുണ്ട്. ഇമിഗ്രേഷൻ അറ്റോർണിമാരെല്ലാം EB1 വിസയ്ക്ക് ജൂലൈയിൽ മാറ്റങ്ങൾ വരുമെന്ന് പറയുന്നുണ്ട്. അവർ കുറേ കണക്കുകൂട്ടലുകളൊക്കെ നടത്തിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ എന്തായാലും EB1 വിസയ്ക്ക് കാത്തിരിക്കുന്നവർക്ക് ജൂലൈയിൽ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. 2023 ഒക്ടോബറിൽ അപേക്ഷിച്ചവർക്കൊക്കെ 2025 അവസാനത്തോടെ വിസ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ EB1 വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുക. ജൂലൈയിൽ ഒരു നല്ല വാർത്ത കേൾക്കാൻ സാധിക്കും.